അസ്സലാമലൈക്കും. വിശന്നിരിക്കുമ്പോൾ ക്ലാസ് എടുക്കരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങനെ മുഷിഞ്ഞിരുന്നാൽ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ ക്ലാസ് എടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൈപൊക്കി, ഇങ്ങനെ എല്ലാവരും കൈയൊന്നിങ്ങനെ വീശിക്കും, നല്ലപോലെ ഒന്ന് വീശിക്കും. കൈ ഇങ്ങനെ ചൂണ്ടുവരലാക്കി വെച്ച് കൈ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് താടിയിലൊന്ന് കുത്തിക്കേ. ഇപ്പൊ നിങ്ങൾ കുത്തിയതൊക്കെ കവിളിലാണ്, ഇതാണ് താടിയിൽ. ഇത്ര വല്യങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല എന്ന് മനസ്സിലായി. ഒരു കുടുംബം നന്നാക്കാൻ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. പറഞ്ഞ് നന്നാക്കാൻ ആരെയും പറ്റൂല, കാണിച്ചു കൊടുത്ത് നന്നാക്കണം. ഞാൻ എന്താണോ കാണിച്ചത് അതാണ് എല്ലാവരും കൂടുതൽ പേരും കാണിച്ചത്. നേരത്തെ ക്ലാസ്സൊക്കെ കേട്ടവർ താടി കുത്തിയവരുണ്ട് എങ്കിൽ പോലും കൂടുതൽ ആളുകളും കവിളില കുത്തി. പിന്നെ എനിക്കൊരു സംശയം, ഇവിടെ കീഴ്പറമ്പിലേക്ക് താടി എന്ന് പറഞ്ഞാൽ വിടങ്ങാനാണോ? ഞാൻ എന്ത് കാണിച്ചോ അതേപോലെ നിങ്ങളും കാണിക്കുക. അതാണ് കുടുംബം വളർത്തുന്നതിൽ ആകെ പഠിക്കേണ്ട ഒരു പോയിന്റ്. നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് മക്കൾ കാണിക്കുക. നമ്മൾ മൊബൈലിൽ ഫുള്ള് കളിക്കാൻ തുടങ്ങി, മക്കൾ മൊബൈലിൽ ഫുള്ള് കളിക്കാൻ തുടങ്ങി. മക്കൾ കളിക്കുമ്പോൾ നമുക്ക് ബേജാറാവുക, നമ്മൾ കളിക്കുമ്പോൾ ഒരു ബേജാറുമില്ല. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ആരുടെയും മൊബൈൽ തുറക്കൂല എന്ന് വിചാരിച്ചാൽ തന്നെ കുടുംബത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുടുംബം നന്നാവണമെങ്കിൽ എന്താണ് ആ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. മനസ്സമാധാനമാണ് ആ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. നല്ല മനസ്സമാധാനം ഉണ്ടായാൽ ഏത് കുടുംബവും നന്നാവും. ഞങ്ങളുടെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന ചില ഭർത്താക്കന്മാരൊക്കെ പറയല്, ഓൾക്ക് നിങ്ങൾ ഒരു കൗൺസിലിങ്ങും കൊടുക്കണ്ട, എനിക്കൊരു മനസ്സമാധാനം തരണം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓളോട് പറയുമ്പോൾ ഓള് പറയുന്നത്, മൂപ്പരൊരു മനസ്സമാധാനം തന്നാൽ മാത്രം മതി, ഞാൻ നല്ലോണം മൂപ്പരൊപ്പം ജീവിച്ചോളാം. ഞങ്ങള് കോഴിക്കോട് വെച്ചിട്ട് ഒരു ഫാമിലി മാനേജ്മെന്റ് ക്ലാസ് നടത്തി. ഭാര്യ ഭർത്താക്കന്മാര് മാത്രമുള്ള ഒരു ക്ലാസ്. 6 വർഷം മുതൽ 13 വർഷം വരെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചവരാണ് രജിസ്റ്റർ ചെയ്തതും ആ ക്ലാസ് പങ്കെടുത്തു. എൻ്റെ അധ്യാപകനായിട്ടുള്ളൊരു ചന്ദ്രൻ നായർ സാറാണ് ക്ലാസ് നയിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ സാറ് ചോദിച്ച്, അടുത്ത ജന്മത്തിൽ ഇതേ ഭാര്യ ഇതേ ഭർത്താവ് മതി എന്ന് ആഗ്രഹിക്കുന്നവര് കണ്ണടച്ചിട്ടൊന്ന് കൈപൊക്കാൻ. എനിക്ക് ആദ്യം മനസ്സിലായത് കണ്ണടച്ച് പൊക്കാൻ പറഞ്ഞത് എന്തിനാണ്. പിന്നെ മനസ്സിലായത് ഭർത്താവ് പൊക്കുന്നുണ്ടോന്ന് ഭാര്യയും, ഭാര്യ പൊക്കുന്നുണ്ടോന്ന് ഭർത്താവും കാണാൻ. സത്യങ്ങളോട് പറയട്ടെ, ആ ക്ലാസ് പങ്കെടുത്ത് ഒരൊറ്റ ആളും കൈപൊക്കിയതേ ഇല്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയുടെ കുടുംബസംഗമത്തിൽ പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ തന്നെ ഒരു കുട്ടീനെ വിളിച്ച് പറയാ, അടുത്ത ജന്മത്തിൽ ഇതിനെ പോറ്റണമെന്ന് അല്ലെങ്കിൽ പറയും, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ആലോചിക്കുക, ഒരു ഉംറ പോയ ആൾക്കാർ 15 ദിവസം കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നതെന്നറിയോ, അടുത്ത ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ആവണം. നല്ല ടീമായിരുന്നു. ടൂറ് പോയ ആൾക്കാർ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കിന് ടൂറുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം കേട്ടോ. പിന്നെ പോകലൊന്നും ഇല്ലെങ്കിൽ നമ്മളത് പറയും. പക്ഷെ 10-13 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ആള് അടുത്ത ജന്മത്തിൽ ഇത് മതി എന്ന് പറയുമ്പോൾ, ഇത് പോരാന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ഈ പള്ളിയിൽ മതപ്രസംഗം നടക്കുമ്പോൾ വയലെന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും മാതൃകാ ദമ്പതികൾ എന്ന് പറയുന്ന നബീസത്തായി അമ്മദ്ക്കായി. നബീസത്ത ഉസ്താദിന് 100 റുപ്യ എടുത്തിട്ട് 500 റുപ്യ കൊടുത്തിട്ട് പറഞ്ഞ്, സ്വർഗത്തിൽ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കൂട്ടാൻ ദുആ ചെയ്യണം. അമ്മദ്ക്ക ഓടി വന്നിട്ട് 1000 കൊടുത്താൽ ദുആ ഒഴിവാക്കി. അമ്മദ്ക്ക പറയാ, ആടെ നബീസ് നിങ്ങൾ പോയിക്കോളി അവിടെ നിന്ന്, ആകെ ഊറിലിംഗ് ഉണ്ടാവും വിചാരിച്ചിട്ടാ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്നതന്നെ. ഈ ഒരു കാര്യം മാറ്റണമെങ്കിൽ നമ്മളുടെ വീട് സ്വർഗമായി മാറണം. വീട് സ്വർഗമാവണമെങ്കിൽ വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനം കിട്ടണം. മനസ്സമാധാനമാണ് ഒരാളുടെ എല്ലാ കാര്യത്തെയും നയിക്കുന്നത്. നമ്മൾ പലപ്പോഴും ശരീരത്തിന്റെ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കും, മനസ്സിന്റെ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുകയില്ല. എന്താ മനസ്സമാധാനം ചോദിച്ചാൽ പോലും അറിയില്ല. പക്ഷേ എന്ത് പ്രവർത്തിക്കണമെങ്കിലും മനസ്സമാധാനം അത്യാവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജീവിതം ശരീരം നന്നാവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഭക്ഷണം കഴിക്കുക, അല്ലെ? കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരാത്രേ. സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, ഏകഭുക്തം മഹായോഗി എന്ന. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവനാണ് യോഗി. ദ്വിഭുക്തം മഹാഭോഗി എന്ന. 2 നേരം ഭക്ഷണം കഴിക്കുന്നവർ ഭോഗികളാണ്. ത്രിഭുക്തം മഹാരോഗി എന്ന. ആ രോഗിയാണ് തിരിച്ചറിയാൻ 40 വയസ്സാണ്. 40 ആകുമ്പോൾ PSC കിട്ടുന്ന, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും. അത് നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചിട്ടാണെന്നാ. 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ ത്രിഭുക്തം മഹാരോഗി.
ശ്ലോകം തീർന്ന്. നമ്മളെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ ഒരു കട്ടൻ കാപ്പിൻ്റെ ഒരു ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കണം. ഒരു രാവിലെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, നാസ്ത. 10 മണിക്ക് എന്തെങ്കിലും കഞ്ഞിവെള്ളമോ ജ്യൂസോ കിട്ടില്ല, മനസ്സമാധാനമല്ല. ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചായ കുടിച്ചില്ല തലവേദന, രാത്രി പിന്നെയും ചോറ്. 6 നേരം. മഹാദ്രോഹി എന്നങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ശ്ലോകം ഉണ്ടെങ്കിലും വരിക. നമ്മൾ മൊത്തം നോക്കിയാൽ തിന്നാനായിട്ട് ജീവിക്കാൻ തോന്നും. അങ്ങനെയുള്ള ഒരാൾ പോലും എല്ലാ നേരവും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പെറുക്കി തിന്നാന്ന്, അമ്മമാരെ തിന്നുന്നതിന് പറയാം പെറുക്കി തിന്നാന്ന്, മക്കൾ തിന്നുന്നതിന് പറയാം കട്ട് തിന്നാന്ന്, രണ്ടും ഒന്നും തിന്നാം. അത്രയൊക്കെ തിന്നുന്ന ഒരാൾ പോലും മരിച്ച സമയത്ത് അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക മോൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചാൽ എന്തൊക്കെ മറുപടി പറയാം? രാവിലെ മരിച്ചത്, വൈകുന്നേരം മയ്യത്തെടുക്കൂ, ഇതിൻ്റെ ഇടയിൽ 4 നേരത്തെ ഭക്ഷണം കഴിക്കാണ്ട്, അത് കഴിക്കാൻ നിൽക്കുന്ന ഒരാളോട് വല്ലതും വന്ന് കഴിച്ചോന്ന് പറഞ്ഞാൽ എന്താ പറയാ? നിങ്ങളൊന്നും മിണ്ടൂലേ? പൊറോട്ടയും ബീഫും വേണമെന്നാണോ പറയാ? അല്ല പിന്നെയോ? ഒന്നും വേണ്ട. സങ്കടമായി നിൽക്കുമ്പോൾ വിശപ്പുണ്ടാവില്ല, ശരിയല്ലേ? ടെൻഷനായി നിൽക്കുമ്പോൾ വിശപ്പുണ്ടാവോ? ചില ആൾക്കാർ ടെൻഷനായി കൂടുതൽ കഴിക്കുന്നുണ്ട്, അത്ര അതൊരു രോഗ. ടെൻഷനാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. ടെൻഷനായ ഭക്ഷണം വേണ്ട, സങ്കടമായ ഭക്ഷണം വേണ്ട, പേടിയായ ഭക്ഷണം വേണം. നല്ല കുഴിമതി തിന്നാതിരിക്കുമ്പോൾ ആന വരണ്ട് ഓടിക്കുമെന്ന് അറിയുന്നത്, എന്നാൽ കുഴിമതി തിന്നിട്ട് ഓടാൻ ചരിക്കുമോ? ചില ആൾക്കാർ പ്ലേറ്റൊക്കെ എടുത്ത് ഓടുന്നവരുണ്ട്. ആ കാറ്റും മഴയൊക്കെ വരുമ്പോൾ പ്ലേറ്റ് എടുത്ത് ഓടുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇവർ മരിച്ചു വന്നേരം തിന്ന് മരിക്കണമെന്നായിരിക്കുന്നത്. നല്ല മനസ്സമാധാനം ഉണ്ടായാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, ശരിയല്ലേ? ഉറങ്ങണമെങ്കിൽ ടെൻഷനായാലും ഉറക്കം വരുമോ? പേടിയാൽ ഉറക്കം വരുമോ? ഓവർ സന്തോഷാൽ ഉറക്കം വരൂല. ഞാനിപ്പോൾ ഈ ക്ലാസ് ഇവിടുന്ന് എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ അവിടെ നല്ലോണം ഉറങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനമായി, ഓർക്കൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ടല്ലോ. ഉറങ്ങണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം മനസ്സമാധാനമാണ്. ഞാൻ പറയാറുണ്ട്, മൂത്രം ഒഴിക്കണമെങ്കിൽ അടക്കം മനസ്സമാധാനം വേണമെന്ന്. വയനാട്ടിലൊരു ക്ലാസ്സിന് പോയി, +2 കുട്ടികളുടെ ക്ലാസ്സാണ്. ഫുള്ള് ഗെയിമായിരുന്നു, അല്ലാണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കൂലല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ വയനാടാണെന്ന് മറന്ന് വെള്ളം കുടിച്ചു. ബസ്സിലാണ് എൻ്റെ നാടായ താമരശ്ശേരിയിലേക്ക് വരുന്നത്. ബസ് കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് മുട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ കണ്ടിട്ട് വെച്ച് മൂത്രം ഒഴിക്കാപ്പോൾ എന്താ വഴി? ആ വഴി നിങ്ങളിലല്ലോ എന്നോട് വയ്ക്കുന്നത് എന്തിനാണ്? മൂപ്പർക്ക് തമാശ. നമ്മളവസ്ഥ നമുക്കല്ല അറിയുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായി. പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ പ്രത്യേകത, അതിൽ കണ്ടക്ടർ രാജാവായിരിക്കും, നമ്മൾ വെറും പ്രജ. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ മൂപ്പര് ഇനി എവിടെ സ്റ്റോപ്പ് ചോദിച്ചാൽ അടിവാരത്തെ സ്റ്റോപ്പുള്ളൂ. ഉത്തരവ് പ്രഭു, ഒന്നും പറയാനില്ല. അവസാനം ഞാൻ ഈ മൂത്രം, അന്ന് ഇന്നത്തെ പോലെ നല്ല റോഡൊന്നുമല്ല, ഓരോ കുഴിയിൽ വീഴുമ്പോൾ ഞാൻ അല്ലോ എന്ന് ബേജാറായിട്ടായിരിക്കും. അവസാനം ഞാൻ കണ്ടക്ടറോട് ചൂടായി, മര്യാദയ്ക്ക് ബസ് നിർത്തിയില്ല, ഞാൻ കേസ് കൊടുക്കിട്ടോന്ന്. കണ്ടക്ടർ ഡ്രൈവറോടായിട്ട് എന്തോ സ്വകാര്യം പറഞ്ഞ് ബസ് ആ 9ാം വളവ് തുടങ്ങുന്ന അവിടെ നിർത്തി തന്ന്, ഈ ഛർദ്ദിച്ചാൽ കഴുകാനുള്ള വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് വെള്ളമൊക്കെ മുക്കി ചാടി ഇറങ്ങി മൂത്രമൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡ്രൈവർ ഒരു പണി പറ്റിച്ചത്. പെപ്പന്ന് 2 ഹോണടി, വേഗം നോക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 10-50 ആൾക്കാർ എന്നെ നോക്കി നിൽക്കുക. ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് വന്നതേയില്ല. അന്നാ എനിക്ക് മനസ്സിലായത്, മൂത്രം ഒഴിക്കണമെങ്കിൽ അടക്കം നല്ല മനസ്സമാധാനം വേണം. അങ്ങനാണ് എങ്കിൽ ഒരു കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ പഠിക്കണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥാനം എന്തായിരിക്കും? മനസ്സമാധാനം. അപ്പം മനസ്സമാധാനം എന്താണെന്ന് ആലോചിക്കേണ്ടി. മനുഷ്യന്മാർക്ക് മനസ്സമാധാനം കിട്ടാത്ത 3 അവസ്ഥയുണ്ട്. 1, പേടിച്ച് നിൽക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. 2, ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. 3, സങ്കടപ്പെടുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ് മനസ്സമാധാനം എന്താ ചോദിച്ചാൽ ഉത്തരം കിട്ടി, സന്തോഷമാണ് മനസ്സമാധാനം. അങ്ങനെയാണ് നമ്മൾ കുടുംബത്തിലാകെ കൊടുക്കേണ്ടത് സന്തോഷം മാത്രം. അതെങ്ങനെ കൊടുക്കാമെന്ന് പഠിച്ചാൽ നല്ല മനസ്സമാധാനം ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ചെങ്ങനെ, കൈ ഇങ്ങനെ മുന്നോട്ട് ചുരുട്ടിപ്പിടിച്ച്. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരെ ഞാൻ വേദിയിലേക്ക് വിളിക്കും, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ വിരലിന് ചെറുവിരൽ, ചിന്നൻ വിരൽ എന്നാ പറയാ. ഈ വിരൽ നിവർത്തുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കണം. ആ ശബ്ദം ഹ എന്നാണ്. ഒന്നുണ്ടാക്കി നോക്കിയേ, ഹ. ഉറക്കെ 2 വിരൽ നിവർത്തുമ്പോൾ 2 പ്രാവശ്യം ആ ശബ്ദം ഉണ്ടാക്കണം, ഹ ഹ. 3ആവുമ്പോ പോട്ടെ, ഹ ഹ. 4ആവുമ്പോ, 5ആവുമ്പോ, 6ാമത്തെ നിവർത്തുമ്പോൾ തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കണം. അതാണ് ഗെയിം. അവിടെ ചെയ്തില്ലെങ്കിൽ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ച് ചെയ്യിപ്പിക്കേ. റെഡി? ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുക. 10 എണ്ണം നിവർത്തണം. 6ാമത്തതാവുമ്പോൾ മാത്രം തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കുക. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. പോട്ടെ. അടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. നിങ്ങൾ കൂടുതൽ ചിരിച്ചത് ഒറ്റക്ക് ചിരിച്ചപ്പോഴാണോ വേറെ ആളെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണോ?
അപ്പൊ ശരിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊരാള് സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ ആകെ വേറെ ആളുകളെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഭർത്താവ് ഭാര്യനെ സന്തോഷിപ്പിക്കുക, മക്കൾ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, മാതാപിതാക്കൾ മക്കളെ സന്തോഷിപ്പിക്കുക. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടും. അത് ചെയ്യാൻ 4 കാര്യങ്ങളാണ് സൈക്കോളജി പറയുന്നത്. സന്തോഷം കിട്ടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. അതിന് 4 ഹോർമോൺ ഉണ്ട്. അതിലൊന്ന് ഡോപ്പമിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര്. സന്തോഷം കിട്ടുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ, ഒരാൾക്ക് നല്ലത് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. അപ്പൊ ഞാൻ നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഡോപ്പമിൻ കിട്ടിയ ഈ സന്തോഷം. ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ പറയുമ്പോൾ ഡോപ്പമിൻ കിട്ടി അല്ലെ? ചില ആൾക്കാർ ചോദിക്കും ഉണ്ടോ എന്നൊക്കെ, പിന്നെയും കേൾക്കാനാ, അല്ലാണ്ട് രസമില്ലായിട്ടല്ല. അങ്ങനെയാണ് ഡോപ്പമിൻ കിട്ടാതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കുറ്റപ്പെടുത്തലാണ്. കുറ്റപ്പെടുത്തുമ്പോഴുള്ള ഡോപ്പമിൻ പോവും, സന്തോഷവും പോവും, മനസ്സമാധാനവും പോവും. അതുകൊണ്ട് ഇപ്പൊ സമയം 1 മണിയായി. നാളെ ഉച്ചക്ക് 1 മണി വരെ ആരെയും ഞാൻ കുറ്റം പറയൂല എന്ന് വിചാരിച്ചാൽ നല്ല മനസ്സമാധാനം ഉണ്ട്. അത് നല്ല മനസ്സമാധാനമാണ് തോന്നുന്നുണ്ടെങ്കിൽ മറ്റന്നാള് ഉച്ചക്ക് 1 മണി വരെ അതും നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പിറ്റേന്നാൾ ഉച്ചക്ക് 1 മണി. അല്ലാണ്ട് ഒരുപാട് വലിയ തീരുമാനം എടുത്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പഴയ നമ്മൾ തന്നെ വേഗമായി പോകും. ആരെയും കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവനോടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നിങ്ങൾക്കൊരു ഉത്തരവും ഇല്ലേ? എന്റെ തന്നെ ഉമ്മയാണ്. പാവം ബാപ്പ അധ്വാനിക്കുന്നൊക്കെ വെറുതെ കേട്ടോ. മക്കൾ മുഴുവൻ പറയുന്നത് ഉമ്മാണ്. എന്തോരം മനുഷ്യന്മാരെ ഗൾഫിലൊക്കെ വെയിലും കൊണ്ട് പണിയെടുക്കുക, എന്നാലും പേരും പോട്ടെ. ഉമ്മ ഉപ്പ പറയുന്നവരുണ്ടാവും വിചാരിക്കുക. ഭർത്താവിനൊന്നും ആരും പറഞ്ഞില്ലല്ലേ? എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടോ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് വേണേ വലിയ വലിയ നേതാക്കന്മാരോ സിനിമാ നടന്മാരെയോ ഫുട്ബോൾ കളിക്കാരൊക്കെ ഇഷ്ടപ്പെട്ടൂടെ? പ്രത്യേകിച്ച് അരീക്കോടൊക്കെ ആകുന്നതുകൊണ്ട് ചിലപ്പോൾ എംബാപ്പനെ ഇഷ്ടപ്പെടുന്നവരും മെസ്സി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. ആ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ട അമ്മാൻ്റെ ഒപ്പം, ഇഷ്ടപ്പെട്ട ഉപ്പാൻ്റെ ഒപ്പം, ഇഷ്ടപ്പെട്ട മക്കളൊപ്പം ആ ഫോട്ടോ കിട്ടിയാൽ നമ്മൾ ആദ്യം ആര് എങ്ങനെ ഉണ്ടെന്നാ നോക്കുക. ഞാനെങ്ങനെ ഉണ്ടെന്നാ, ഞാനെങ്ങാൻ നന്നായില്ല, ഡിലീറ്റ് ആരെങ്കിലും പറയാറുണ്ടോ? ബാപ്പന്റെ മുഖം നന്നായില്ല, ഡിലീറ്റ് ആക്കെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല. അഥവാ ബാപ്പന്റെ മുഖം മോശമായി ഞാൻ നന്നായാലും അത് ഡിലീറ്റ് ആക്കണ്ട. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഞാനാ. അതുകൊണ്ട് എന്നെ വേറൊരാൾ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടേയില്ല. അതാണ് മനുഷ്യരുടെ സ്വഭാവം. KG ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞൊരു കവിയുടെ ഒരു വാചകമുണ്ട്, നീ ആരെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തെന്ന് ആരും വിചാരിക്കൂല. മക്കളോട് ഒരു ഗ്ലാസ് അങ്ങ് തട്ടിപ്പൊട്ടിപ്പോയാൽ നമ്മൾ അന്നേരം ദേഷ്യം പിടിക്കും. മുഖത്തല്ലേ കണ്ണ് നോക്കിയിട്ട് പോയാൽ പോരെ, സകല ഗ്ലാസ് പൊട്ടിച്ചേക്ക്. നമ്മളോടങ്ങ് ഗ്ലാസ് തട്ടിപ്പൊട്ടിപ്പോയാലോ, ആരാ ഇവിടെ ഗ്ലാസ് കൊണ്ടച്ചാക്ക കുറ്റം. നമ്മൾ അത്രയും ഡീസൻ്റ് ആണെന്നാ. അതുകൊണ്ട് ഒരാളെയും കുറ്റം കേട്ടിട്ട് നന്നാവില്ല. ആ കുറ്റം പറയുമ്പോൾ മക്കളോട് ദേഷ്യം പെടുമ്പോൾ ഏതെങ്കിലും മക്കൾ പറയുന്ന കേട്ടിട്ടുണ്ടോ, അബദ്ധം പറ്റിപ്പോയതാ, ഇനിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം. പകരം എന്താ മക്കൾ പറയാ, നിങ്ങൾ പൊട്ടിച്ചില്ലേ, നിങ്ങൾ മാത്രം ചാടി കളിക്കണം. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും. ആ തോറ്റു കൊടുക്കേണ്ടത് ആരാന്നറിയോ? ജയിക്കുമെന്ന് ഉറപ്പുള്ളവരാ. തോൽക്കുമെന്ന് ഉറപ്പുള്ളവർ തോറ്റു കൊടുക്കുന്നതിന് പറയാ വിധീന. ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ തോറ്റു കൊടുത്താലാണ് കുറ്റം പറച്ചിലിന് പകരം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. നിങ്ങൾ വെറുതെ സ്ത്രീകൾ തന്നെ കൂടുതലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ മനസ്സിലാവും. ഭർത്താവ് ചോറിന് കറി ഉണ്ടാക്കി, കറിക്ക് 4 കുറ്റം. ഇതെന്ത് കറിയാത്? പുല്ല മുളകില്ല, ഇങ്ങനെ ഒരു കറി ഉണ്ടോ? ഇങ്ങനെ കറി വെച്ച് കഴിച്ചാൽ തിന്നാനാവോ? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കറി മോശമായി പോയി, നാളെ മുതൽ നല്ല കറി ഉണ്ടാക്കി കൊടുക്കണമെന്നാണോ തോന്നുക? ചങ്ങായിക്ക് എന്തുണ്ടാക്കി കൊടുത്താൽ കുറ്റേക്കുന്നാണോ തോന്നുക? ഇതാണ് എല്ലാവർക്കും തോന്നുക. അതിന് പകരം ഭർത്താവ് നിങ്ങളോട് പറയാ, എടി കറിയൊക്കെ സൂപ്പറായിരുന്നു, നീ എന്നും നല്ല കറി ഉണ്ടാക്കുന്ന ആളാ, പക്ഷെ ഇന്നത്തെ കറിയിൽ എന്തോ ഒരു ഉപ്പ് കുറവാണോ എന്നൊരു സംശയം. പിറ്റേ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുന്നതിന് മുമ്പ് ഉപ്പെടുത്താടെ വെക്കും. അതാണ് സംസാരിക്കാനുള്ള വ്യത്യാസം. ഡോപ്പമിൻ കൊടുത്ത് സംസാരിക്കാൻ പഠിക്കുക, കുറ്റം പറയാതിരിക്കുക, തോറ്റു കൊടുക്കാനുള്ള ശീലം ഉണ്ടാക്കുക. ഞാനൊന്നും തീരെ തോറ്റു കൊടുക്കാത്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ചീത്ത എന്താ അറിയോ? നിങ്ങൾ ആരാൻ്റെ മക്കളെ നന്നാക്കാൻ ക്ലാസ് എടുത്ത് നടന്നോളി, അവനാൻ്റെ മക്കളെ നോക്കണമെന്നുള്ള വിചാരമില്ല.
മിക്കവാറും ഇതേപോലെ ഇപ്പം ഞാൻ 11:30 എന്നോട് ക്ലാസ്സിന് വരാൻ പറഞ്ഞത്, ഞാൻ 10:11:25 വെളുപ്പിക്കും. ഞാൻ എന്നിട്ട് സ്റ്റേജിലേക്ക് കയറിയത് 1 മണിക്ക്. എങ്ങനെ ആയിക്കല്ലോ എല്ലാ സ്ഥലത്തും പോയാലും, കുടുംബസംഗമത്തിന് പോയാൽ പ്രത്യേകിച്ച് അതെനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ ഇരുന്ന് ശീലിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് പാതിരക്ക് ആ വീട്ടിൽ കയറിച്ചില്ല. ഭാര്യ അന്നേരം അങ്ങനെ വെളിച്ചപ്പാടിൻ്റെ മാരിയൊക്കെ നിൽക്കും. അന്നേരം ചോദിക്കുന്ന ആദ്യം ചോദ്യം, എന്തെടുത്തായിരുന്നു മനുഷ്യയാണ്? അന്നേരം ഞാൻ മനുഷ്യനാണ്, അല്ലാത്തപ്പോ ജന്തുവാന്ന് തോന്നുന്നു. ആദ്യത്തെ ചോദ്യം കേൾക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂലോ, ചേളക്കാതെ നിൽക്കടി അവിടെ. മനുഷ്യൻ നട്ടപ്പാതിരും കൂടെ കയറി വരുമ്പോൾ ഓളൊരു ചോദ്യം, പൊരിഞ്ഞ വഴക്കും. നീ ഇങ്ങനെ വെറുതെ ചിലച്ചാലേ ഇവിടേക്ക് തിന്നാൻ കിട്ടൂല, അണ്ണാക്ക് കുത്തനെ ഞാൻ പോയി അധ്വാനിക്കണം. എന്റെ വാപ്പ കൊണ്ടുവന്നിട്ടാണ് തന്ന ഓളെ വാപ്പനെയും വല്യാപ്പനെയും എല്ലാവരും ചെയ്തു. എന്നിട്ട് ഓള് ചോറ് വിളമ്പിച്ചു, ചോറ് തിന്നോളി. ആ പറയുമ്പോൾ തന്നെ ഒരു ചവിട്ടാണ് കൊടുക്കാൻ തോന്നുന്നു. ഞാൻ തിന്നൂല, പട്ടിണി എടുക്കുക, ഞാൻ തന്നെ തെറ്റുക, ഞാൻ തന്നെ ദേഷ്യപ്പെടുക, ഞാൻ തന്നെ തിന്നാണ്ടിക്കുക. അതിൽ ഓക്കിപ്പോ ശരിക്കും ഓക്ക് വെച്ചോട്ട് തിന്നല്ല വേണ്ടി, എന്നാലും ഓക്കൊരു ദ്രോഹം ഉണ്ടാവും. ഇതിപ്പോ ഞാൻ തിന്നാത്തോണ്ട് എന്റെ പൊരിച്ചമീനും കൂടി ഓക്ക് തിന്ന. പക്ഷെ അതൊരു നിരാഹാര സമര. ഞാൻ തിന്നാതെ പോയി കിടന്നാല് എന്റെ നിരാഹാരത്തിന് ഐക്യദാർഢ്യം. ഓളുതെല്ലാം കൂടെ മടിക്കച്ച് തിന്നാണ്ട് അടുക്കൽ ഐക്യദാർഢ്യം. എന്നിട്ട് രണ്ടാളും ബെഡ്റൂമിൽ 2 ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കും, 2 ശവങ്ങൾ, രണ്ടും മിണ്ടൂല. ഒരാൾ ഇടത്തോട്ട് ഒരാൾ വലത്തോട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കും, ചങ്ങായി നട്ടപ്പാർക്ക് കയറിയൊന്നുമല്ല, ഒരു വിവരവും പറയാണ്ട് നിന്ന് നേരം വൈകി നിന്നോട് ചാടിക്കളിക്കുകയാണ്, ഇയാൾക്കടെ ജീവിക്കും, നിന്നെ വിചാരിച്ചാൽ മതി എന്നൊക്കെ ഭാര്യ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓക്ക് ഉറക്കം വരൂല. ഞാനിപ്പുറത്ത് ആലോചിക്കും, ഒരു പ്രശ്നം ഓളുണ്ടാക്കി ഓൾ എന്നിട്ട് പോത്തിന്റെ മാതിരി കിടന്നുറങ്ങാൻ പറഞ്ഞ് എൻ്റെ ഉറക്കവും പോകും. എന്ത് കാര്യമുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ശരീരവും ആയുസ്സും ഒക്കെ അങ്ങനെ ദേഷ്യം പിടിച്ച് കുറഞ്ഞു. പക്ഷെ ഞാൻ സൈക്കോളജി പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആകെ കിട്ടിയൊരു മെച്ചതാണ്, തോറ്റു കൊടുത്താൽ നല്ല മനസ്സമാനം ഉണ്ടാവും. ഇപ്പൊ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തായി മനുഷ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും ഉണ്ടല്ലോ. പണ്ട് ഞാൻ രാഷ്ട്രീയം പറയാൻ വിചാരിക്കരുത്, കേന്ദ്രമന്ത്രിയായ സമയത്ത് AK ആന്റണി സാറ് ഏത് പത്രസമ്മേളനത്തിൽ ചോദിച്ചാലും ഇരിക്കുന്നൊരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പ ഞാൻ ഇരിക്കലും. എന്ത് ചോദിച്ചാൽ എന്തെടുത്തൊരു മനുഷ്യൻ ചോദിച്ചാൽ നിങ്ങളോടല്ല ചോദിച്ചത്, നിങ്ങളെന്താ തുറന്ന് പറഞ്ഞൂടെ, നിങ്ങളെ ഭയം തപ്പം തിരിയിക്കുന്നോ? മിണ്ടൂല. കുറച്ച് കഴിയുമ്പോൾ പറയൂ, ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ, എനിക്ക് അറിഞ്ഞോളാം മുത്തേ. അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ദേഷ്യക്കാട് കയറുന്ന. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചോറ് തിന്ന് ഒരുമിച്ചോൾ കുറെ പായാരം പറഞ്ഞാൽ ഞാൻ കേട്ട് രണ്ടാളും മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങും. ഒരു കുടുംബസംഘത്തിന് പോയി ഞാൻ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഉച്ച ഇങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ അതിൽ ക്ലാസ്സിലിരുന്ന ഒരാൾ പറയാ, നിങ്ങളെ ക്ലാസ്സിന്റെ എഫക്റ്റ് ഇന്ന് എന്നെ കിട്ടിട്ടോന്ന്. എന്താണ് ഇന്ന് രാവിലെ കൂടെ പുറപ്പെടുമ്പോൾ തല്ലൂടിയിട്ടാ പോകുന്നത്. ഓളിപ്പോ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, സോറി ടോൺ. ഞാൻ തിരിച്ചയച്ച ഡബിൾ സോറി. അത്രേ ഉള്ളൂ. കുടുംബങ്ങൾക്കിടയിൽ ഒരു സോറി പറയാൻ ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തേത് സ്നേഹത്തിനൊരു ഭാഷയുണ്ട്, അത് ടച്ചും പരിഗണനയാണ്. അതാണ് രണ്ടാമത്തെ ഹോർമോൺ. ഓക്സിറ്റോസിൻ എന്നാണ് ആ ഹോർമോണിന് പറയാം. സന്തോഷം നൽകുന്ന ഹോർമോണാണ് സ്നേഹത്തിന്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ. അതുണ്ടാവണമെങ്കിൽ നല്ല സ്പർശം കൊടുക്കണം. 3 വയസ്സ് മുതൽ ഒരു കുട്ടി ടച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അത് ഉമ്മാനോട് ചോദിച്ചു വരും കുട്ടി, ഉമ്മ എന്നൊന്ന് എടുക്കോ, എന്നെ മടിയിൽ വെക്കോ, എന്നെ കെട്ടിപ്പിടിക്കോ, എന്നെ അണച്ചു വിട്ടോ, എനിക്കൊരു ഉമ്മ തരുമോ. 2 വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ചാൽ തുടച്ചളയും, 3 വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ച് അങ്ങനെ വെച്ചിരും. ഈ സമയത്ത് നമ്മൾ ടച്ച് ചോദിച്ചു വരുന്ന കുട്ടിക്ക് ടച്ച് കൊടുക്കൂല. എത്ര വലിയ എന്നെ എടുക്കുക, പോയി കാണും. നഴ്സറി സ്റ്റെപ്പിന് എടുക്കാൻ പാടില്ല. കേരള എഡ്യൂക്കേഷൻ റൂള് അമെൻഡഡ് ബൈ ഉമ്മ പുതുതായി ഉണ്ടാക്കിയതാ. അപ്പൊ കുട്ടി ടച്ച് കിട്ടാൻ വേണ്ടി പല കോപ്രായം കാണിക്കും. ആ കോപ്രായത്തിനാണ് നമ്മൾ 4-ാം വയസ്സിലെ നട്ടപ്രാന്ത് എന്ന് പറയുന്നത്. ഉമ്മ പോയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കും, ടച്ച് കിട്ടില്ല, സമാധാനം. അതിന് പകരം ഒരു ഉമ്മ കൊടുത്താൽ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ. ദീനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മുസ്ലിങ്ങളല്ലേ, ഏറ്റവും വലിയ സുന്നത്ത മുസാഫഹത്ത് എന്ന് പറയുന്നത്, ടച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. മലയാളികളുടെ സ്വഭാവം നമുക്ക് കൂടിപ്പോയിട്ട് നമ്മൾ അറിയാതെ ദീൻ വിട്ടുപോകുന്നത് കൊണ്ടാണ്. മലയാളിക്ക് ടച്ചില്ല, നമസ്കാരം, എന്നെ തുടരരുത് എന്നാ. ദീന് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ പറയുന്നത്. എല്ലാം വിട്ടു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കല്യാണം കഴിക്കുമ്പോൾ താലി കൊടുക്കുന്ന സ്വഭാവം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളൂ. മെഹർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ചെയിനാണ് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിപ്പോയി. അത് കേരള സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിട്ടാ. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന കേരള സംസ്കാരം നമ്മൾ ഉണ്ടായത്. ദീനിൽ ഭാര്യയും ഭർത്താവും ഇല്ല, ഇണയും തുണയും മാത്രമേ ഉള്ളൂ. നിനക്ക് ഇണയാക്കിയും തുണയാക്കി തന്നു എന്നാ നിക്കാഹ് ചെയ്തപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഭരിക്കാൻ പോകേണ്ട ഭാര്യനെ ഭർത്താവിനെ ഭരിക്കാനുള്ള അവസരം ഭാര്യ കൊടുക്കുകയും വേണ്ട. കൂടുതൽ പെണ്ണുങ്ങളായതുകൊണ്ട് എനിക്ക് പോകാനുള്ള സൗകര്യത്തിൽ പറഞ്ഞായിരുന്നു. ഭാര്യ ഭർത്താക്കം പറഞ്ഞ പോലെ ഇണയും തുണയുമായിട്ട് നിൽക്കണം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പർശ. കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ സ്പർശം കുറച്ച് കൂടുതലായിരിക്കും.
അല്ലെ? കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താക്കാർ ബൈക്ക് പോവുകയാണെങ്കിൽ സ്പർശം കൊണ്ട് കൂടിയിട്ട് ബാക്കിൽ രണ്ടാൾക്ക് കയറാൻ സ്ഥലം ഉണ്ടാവും. എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ നടുക്കൊരു ബാഗ് വെച്ചിട്ടുണ്ടാവും. സ്പർശം കുറഞ്ഞതിൻ്റെ അർത്ഥം. പ്രായം കൂടുന്തോറും സ്പർശം കിട്ടാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വയസ്സന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കണം. രണ്ടാമതൊരു സാധനം പരിഗണനയാണ്. ഒരാൾക്ക് പരിഗണന കിട്ടിയ എന്ത് കാര്യവും ചെയ്യും. ഭയങ്കര വ്യത്യാസമാണ്. അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നാണ്. മിക്കവാറും മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്തതിൻ്റെ കച്ചറ നമുക്കൊക്കെ അറിയാവുന്ന. നിങ്ങൾ വയസ്സന്മാർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. മിക്കവാറും വീട്ടിൽ നമ്മളുടെ ഒരു നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ മോളുടെ ഭാര്യൻ്റെ കൂടെ, അതായത് ഇളയ മോളുടെ കൂടെ ആയിരിക്കും വാപ്പയമ്മയൊക്കെ ഉണ്ടാവുക. മൂത്ത മോൻ വേറെ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടുത്തെ മരുമോള് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് നൽകും തുടക്കലടക്കം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഒന്ന് മേലോട്ട് കയറി ഒരു തറവാട്ടിലേക്ക്. എന്നിട്ട് ഉമ്മച്ചിനൊന്ന് ഒഴിയൂ. നിങ്ങളൊന്ന് ഉച്ചക്കൊന്നും തിന്നില്ലേനോ, ക്ഷീണിച്ചു പോയോ, ഒരു ടച്ചും പരിഗണനയും. അപ്പൊ ഉമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഓക്കെപ്പോഴും പണ്ടേത്തെ സ്നേഹമുണ്ട്, ബേടേണ്ട ഒരു സാധനം എന്നെ നോക്കാനേ നേരല്ല. ഓളായി കലക്കി കൊടുക്കുന്നത്, ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത്, മരുന്ന് കൊടുക്കുന്നത്, മറ്റുള്ളവർ 2 മിനിറ്റ് വർത്താൻ പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ 2 മിനിറ്റ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഉമ്മനോടൊക്കെ സംസാരിക്കുമ്പോൾ, വയസ്സന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ടച്ചും പരിഗണനയും കൊടുത്തുകൊണ്ട് സംസാരിക്കും. നല്ല മാറ്റം ഉണ്ടാവും. സോപ്പിട്ടാൽ കോവിഡ് അടക്കം പോകുന്നല്ലേ? അങ്ങനെയാണ് എല്ലാവരെയും അസൂയ പോകാൻ ഏറ്റവും നല്ല സോപ്പിടല. അതുകൊണ്ട് സോപ്പിടാൻ പഠിക്കും. മൂന്നാമത്തേത് കൂട്ടായ്മയാണ്. സെറോട്ടോണിൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഹാപ്പിനെസ് സെറോട്ടോണിൻ്റെ ഹാപ്പിനെസ്സാണ്. സൗകര്യങ്ങൾ കൂടുമ്പോൾ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന. അപ്പം നമ്മൾ ബോധപൂർവം ബന്ധം ഉണ്ടാക്കണം. നീ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പം എൻ്റെ ഉമ്മ 3 കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മാൻ്റെ തറവാട്. ഒരു വാഹനം ഇല്ലാത്ത കാലത്ത് ഉമ്മ നടന്നു പോകുകയായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വല്യമ്മാനെ കാണാൻ. എൻ്റെ ഭാര്യൻ്റെ വീടും 3 കിലോമീറ്റർ അപ്പുറത്താണ്. അവക്കുണ്ട് വണ്ടി, എനിക്കുണ്ട് വണ്ടി, പക്ഷേ നേരല്ല. സൗകര്യം കൂടുമ്പോൾ നേരം ഉണ്ടാവുക വേണ്ടി, പക്ഷെ നമുക്കില്ലാതായത് നേരമില്ലാതായതാണ്. അതാണ് സൗകര്യം കൂടുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ വീടും കുറച്ച് ആൾക്കാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധം ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നപ്പോൾ ഇല്ല. ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മാറി. ഇനി വീട് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി ഉണ്ടാവാനുള്ളൂ. ഉമ്മ അഡ്മിനായിട്ടൊരു ഗ്രൂപ്പ്, വീട്, വാപ്പ സെക്കൻഡ് അഡ്മിൻ, മക്കളൊക്കെ മെമ്പർമാർ. അടുത്ത് വരൂ. എന്നിട്ട് ഉമ്മ ഗ്രൂപ്പിലിട്ട് ചോറായിട്ടോന്ന്. അപ്പൊ വാപ്പ ചോദ്യം, എന്താ കറി? മോന് തലേ കൈവെക്കുന്ന സ്മൈലി, മോൾ ഓടുന്ന സ്മൈലി, അതും കൂടിയേ വരാനുള്ളൂ. സൗകര്യം കൂടുമ്പോൾ നമ്മൾ ബോധപൂർവം ബന്ധം ഉറപ്പിക്കണം. അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അതിന് നിങ്ങൾ വീട്ടിൽ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു സുന്നത്തുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, ഒരുമിച്ച് നിസ്കരിക്കൽ, ഒരുമിച്ചുറങ്ങൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വക്ത് നിസ്കരിച്ചാൽ, ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും കൂട്ടമായി നിസ്കരിച്ചാൽ 27 മഗ്രിബ് ഫ്രീ. എമ്മാരി ഓഫറാ. ഈമാന്റെ കുറവുകൊണ്ട് ആ ഓഫർ മനസ്സിലാവാത്തത്. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ 50% എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് പായല. ഇത് എമ്മാരി ബൈ 1 ഗെറ്റ് 27. പക്ഷെ നമുക്കതിന് സമയമില്ല. കാരണം ഈമാന്റെ കുറവുകൊണ്ടാ. കൂട്ടമായി ചെയ്യുമ്പം ബന്ധം ശക്തിപ്പെടും. പ്രത്യേകിച്ച് ഭക്ഷണം ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ബന്ധമായിരിക്കുന്നത്. കാരണം ബന്ധം കൂടുമ്പോൾ വൃത്തിക്ക് പ്രാധാന്യം ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ ഒരു നല്ല സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരുടെ വേസ്റ്റ്, അവരുടെ അപ്പി പോലും മണം പോയിട്ട് ഉണ്ടാവില്ല. അതാണ് മക്കളെ അപ്പി ഉമ്മാക്ക് മണക്കാത്തത്. വൃത്തിയേക്കാളുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. സ്നേഹം കൂടുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ഒറ്റക്ക് നമ്മളുടെ പാത്രത്തിൽ നിന്ന് മാത്രം ചോറെടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുക. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് കൂട്ടുകാരായാലോ, അല്ലെ? ആദ്യത്തെ ദിവസം നമ്മൾ കൂട്ടുകാരിയോ കൂട്ടുകാരനോ കൊണ്ടുവന്ന ചെമ്മീൻ ചമ്മന്തി കണ്ടിട്ട് വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. പക്ഷെ എങ്ങനെ എടുക്കുക, ചോദിക്കാനായിട്ട് ധൈര്യമില്ല. എന്നിട്ട് നമ്മളൊരു ചോദ്യമൊക്കെ ഉണ്ടാക്കും, അമ്മിമ്മൽ അരച്ചതാണോ എന്നൊക്കെ. അപ്പോൾ ഒരു പറയൂ, അല്ലാതെ മിക്സിയിൽ എന്നാൽ കുറച്ച് നോക്കട്ടെ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ സ്നേഹിതരായി കഴിഞ്ഞാലോ, മറ്റേ ആൾ ചമ്മന്തി കൊണ്ടുവന്നത് ഓർമ്മ ഉണ്ടോ? കൈയിട്ട് അതിൽ വാരും. ഒറ്റക്ക് തിന്നാണോ? അപ്പോൾ വേറൊരാളുടെ പാത്രത്തിൽ കൈയിട്ട് വാരുമ്പോൾ നമ്മളുടെ ഇടയിൽ വർദ്ധിക്കുന്നത് സ്നേഹബന്ധ.
നെപ്പോളിയൻ എന്ന് പറയുന്ന രാജാവ് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് കൊടുത്തയച്ചൊരു കത്തുണ്ടായിരുന്നു. ആ കത്ത് തുടങ്ങുന്നത്, ജോസഫൈൻ, നീ ഇന്ന് കുളിക്കരുത്, ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് വരികയാണ്, നിന്റെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് ആസ്വദിക്കണം. സ്നേഹം ഉണ്ടാവുമ്പോൾ വിയർപ്പിന്റെ ഗന്ധം പോലും ആസ്വദിക്കും. അതാണ് കാമുകന്മാര് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല മണമെന്നാ തോന്നുക. ഭാര്യാഭർത്താക്കന്മാർ പോകുമ്പോൾ നാറ്റാണെന്നാ തോന്നുക, സ്നേഹം കുറയുന്നുണ്ടാവും. ഭാര്യാഭർത്താക്കന്മാര് ചുണ്ടുകൾ ചേർത്ത് ഉമ്മ വെക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ, ഇതെന്താ തുപ്പലാന്ന്? വൃത്തി ഉണ്ടാവില്ല. അതാ ഞാനൊരു ദിവസം ചോറിന് മുടി കിട്ടിയപ്പോ ഭാര്യയോട് ഇങ്ങനെ ഈർഷ്യ കാണിച്ചു, ഇത് എന്താടിയെന്ന്. ഭാര്യ ചോദിക്കും, ഇന്നലെ രാത്രി കാർക്കൂന്തലായിരുന്നു. ഞാൻ ഒന്നും പറയാനില്ല. സ്നേഹം കൂടുമ്പോൾ വൃത്തിയേക്കാൾ അടുപ്പത്തിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സാധനം. അതുകൊണ്ട് കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സെറോട്ടോണിൻ ഉണ്ടാവും. നാലാമത്തേത് എൻഡോഫിൻ എന്നാണ്. പരസ്പരം തമാശകൾ പറയണം, സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് തമാശ പറഞ്ഞ ഹദീസ് ഉണ്ട്. സുന്നത്താ, നല്ല കൂലി കിട്ടുന്ന സുന്നത്ത്. ഭാര്യമാരോട് തമാശ പറയണം. പക്ഷെ നമ്മളിത് വീട്ടിലൊക്കെ എത്തിയ, പ്രത്യേകിച്ച് ദീൻ കൂടുതലുള്ളവരായിരിക്കും ഫുൾ മസലയിൽ പോകും. ആ സുന്നത്ത് ആരും ചെയ്യൂല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലും മുള്ളെല്ലാം കൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേരെ നിർത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ തോണ്ടിയിട്ട്, ഉമ്മ ഒടുക്കാത്ത തീറ്റാട്ടോ, എന്തോ ഒരു എല്ലും മുള്ളാണ്. അപ്പോ ആയിഷ ബീവി തിരിച്ചു പറഞ്ഞത്, ഉപ്പ എല്ലും മുള്ളും അടക്കം തിന്നാ തോന്നുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ചിരിച്ചു എന്നാണ്. തമാശകൾ പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ കൂടും. എന്നാൽ വീട്ടിൽ ഒരിക്കലും കയറ്റാൻ പാടില്ലാത്ത, കയറ്റേണ്ട ഹോർമോൺ 4 എണ്ണമാണ്. അംഗീകാരത്തിന്റെ ഡോപ്പമിൻ, സ്നേഹത്തിന്റെ ഓക്സിറ്റോസിൻ, അടുപ്പത്തിന്റെ സെറോട്ടോണിൻ, തമാശയുടെ എൻഡോഫിൻ. ഇത് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇതെന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 6 വയസ്സിന്റെയും 12 വയസ്സിന്റെയും ഇടയിലുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാനാണോ നിസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? 6 വയസ്സിന്റെയും 12ന്റെ ഇടയിലുള്ളവർക്ക് നോമ്പ് നോൽക്കാനാണോ നിസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? നോമ്പ് നോൽക്കാനല്ലേ. അതിൽ എളുപ്പമുള്ള പണി നിസ്കരിക്കലാണോ നോമ്പ് നോൽക്കലാണോ? അപ്പൊ എളുപ്പമുള്ള പണി ഒഴിവാക്കിയല്ലേ ഇവർ നോമ്പ് നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞ 3 കാരണം. ഒന്ന്, നോമ്പ് നോൽക്കുമ്പോൾ കൂട്ടായ്മ ഉണ്ടാവും. നട്ടപ്പാതിർക്ക് ഒരുമിച്ച് എണീറ്റ് എല്ലാവരും കൂടി ആ നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം കഴിക്കും. എല്ലാവരും കൂടി ഒരുമിച്ചാണ് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കഴിക്കുക. അന്നേരം നോമ്പങ്ങാൻ നോറ്റില്ലെങ്കിൽ, നോമ്പൊക്കെ നോറ്റോൽ തിന്നിട്ട് വന്നാൽ മതി, പോയിക്ക് അവിടെ നിന്ന്. ഇവനെ കൂട്ടത്ത് കൂട്ടൂല. കൂട്ടം കിട്ടാൻ വേണ്ടിയാ സാധു പട്ടിണി കിടക്കുന്നത്. രണ്ടാമത്തെ, ഒടുക്കത്തെ പരിഗണന. നോമ്പ് നോറ്റാ വാവ കുറച്ചുകൂടി കിടന്നോളി, വെയിലുള്ളാൻ പോണ്ട, വെള്ളം കുടിച്ചീനോ, ചിക്കൻ കിട്ടിയോ, 10ന് 2 എണ്ണം കൊടുത്തുന്നോ. ഒടുക്കത്തെ പരിഗണന. നോമ്പങ്ങാൻ നോറ്റില്ലെങ്കിലോ പോത്തിന്റെ മാതിരി കിടന്നുറങ്ങാ, എനിക്ക് ചായ നിട്ടോ, എനിക്ക് പണിക്ക് പോകാൻ, ഇങ്ങോട്ട് എണീറ്റ് വരുന്നുണ്ടോ, മൊത്തം തല തിരിയും. മൂന്നാമത്തേത്, ഒടുക്കത്തെ അംഗീകാര. പാപ്പിച്ചേ 18 എണ്ണം നോറ്റിട്ടാ, ഇവന് സക്കാത്തിന്റെ പൈസ കൊടുക്കണം കേട്ടോ, എല്ലാരോടും ഇത് വിളിച്ചു പറയും. ഈ പറഞ്ഞ 3 എണ്ണം ആരെങ്കിലും നിസ്കാരത്തിൽ ചെയ്യാറുണ്ടോ? കൂട്ടമായി നിസ്കരിക്കൂല, നിസ്കരിച്ചതിന് അംഗീകാരം കൊടുക്കൂല. ആരെങ്കിലും ആ മോൻ 5 വത്തം നിസ്കരിച്ചല്ലേ, മോൻ ഒരു പൊരിച്ച മീൻ അധികം എന്നൊരു വാക്കെങ്കിലും പറയാറുണ്ടോ? അഥവാ 5 വത്തം നിസ്കരിച്ചാൽ തന്നെ മോൻ വന്ന് പറഞ്ഞാൽ പറയാ, നിസ്കരിച്ചൊന്നാ ചെറുത്താൻ കൂടി ഉണ്ടാവും. തല തിരിച്ചാ പറയാ. അതുകൊണ്ട് ഈ 4 കാര്യം പരമാവധി വീട്ടിൽ കൊണ്ടുവരിക. ഒരു സാധനം ഒഴിവാക്കുക. അത് അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോണാണ്, ദേഷ്യത്തിന്റെ ഹോർമോൺ. അതൊരു വാതകം പോലെയാണ്. ഒരാൾക്ക് അത് പിടിച്ചാൽ അതിങ്ങനെ പടർന്നു പോകും. അതായത് സ്വയം കത്തുകയും ചെയ്യും, ചുറ്റുമുള്ളതിനൊക്കെ കത്തിക്കുകയും ചെയ്യും. ഒരു കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരാള് അയാളുടെ ബോസിനോട് ചീത്ത കിട്ടും. ബോസിനോട് ചീത്ത കേട്ടാൽ തിരിച്ച് ചീത്ത പറയാൻ പറ്റൂല. തിരിച്ച് ചീത്ത പറഞ്ഞാൽ ഈ അഡ്രിനാൽ അങ്ങ് കുറഞ്ഞു. അഡ്രിനാലിന് കയറിയുള്ള പ്രത്യേകത ഭയങ്കര ശക്തിയായിരിക്കും. കാരണം ഒരാൾ നമ്മളെ അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കാനാണ് ശരീരം അഡ്രിനാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കാൻ വേണ്ടി നമുക്ക് ശക്തി കൂടുതലായിരിക്കും. അപ്പൊ ഇയാൾ തിരിച്ച് ബോസിനോട് പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ അഡ്രിനാൽ കുറയും. പക്ഷെ ബോസല്ലേ, ചീത്ത പറയാൻ പറ്റുമോ? അപ്പൊ ഇയാളുടെ ശരീരം മുഴുവൻ അഡ്രിനാലും കയറ്റിയിട്ടാണ് ഇയാൾ വീട്ടിലേക്ക് വരുന്നത്. ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കുമ്പോൾ മുരുണ്ടും, കാരണം ദേഷ്യമാണ് സ്റ്റാർട്ടാക്കുന്ന, മൂപ്പരല്ല. വീട്ടിലെത്തിയിട്ട് ബൈക്കിന്റെ സ്റ്റാൻഡ് ഒരു ചവിട്ടേക്കും. സ്റ്റാൻഡ് ഒന്നും അറിഞ്ഞില്ല, എന്നാൽ ചവിട്ട് കിട്ടും. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഒറ്റ ബെല്ലടിച്ചാൽ മതി. പക്ഷെ അഡ്രിനാൽ കയറിയ ആൾ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കിണി 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 എന്നാ ബെല്ലടിക്കും. ഭാര്യ ഒരു ചിരി, ബമ്പർ ചിരിയൊക്കെ കണ്ട് അങ്ങനെ ചിരിച്ച് മറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇയാള് കിണികിണിന്ന് ബെല്ലടിക്കുന്നത്. വരുന്ന മനുഷ്യ എങ്ങനെ തിരക്കൂട്ടണോ, നിങ്ങൾക്ക് എന്തായിപ്പോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ഭാര്യ വാതിൽ തുറക്കുമ്പോൾ ഇയാള്
അപ്പം ഭാര്യ ഇന്നിപ്പം എന്തോ ഒരു ദേഷ്യം പിടിച്ച് വരുന്ന ഭാര്യയുണ്ടല്ലോ, അതിന് മറുപടി ഇല്ല. അതിനേക്കാൾ സ്നേഹത്തോടെ അല്ലേ നിങ്ങളോട് തക്കാളി ഉള്ളിയൊക്കെ വാങ്ങാൻ പറഞ്ഞ മറന്നോയോ, ചേപ്പൻ ചോദിച്ചെന്ന് ചോദിച്ചാൽ മതി. ഒരാറ്റ ചാട്ട പ്രഷർ കുക്കർ തുറന്ന മാതിരി ഉണ്ടാവും. എന്ത് തക്കാളി തിന്നണുള്ള വിചാരമുള്ളൂ, മേശ പ്രാന്തെടുത്ത് പേര് ആകെ രാവിലെ പോകുമ്പോൾ നമുക്ക് തിന്നണ വിചാരം. തക്കാളിയിൽ എനിക്ക് വേണമെങ്കിൽ പോയി വാങ്ങിയാൽ പോരും 4 ചാട്ടോ. ഇത് കേൾക്കുമ്പോ ഭാര്യക്ക് നേരെ അഡ്രിനാലിൻ കയറും. ഇയാളൊക്കെ ഒരു ജീവിക്കുന്ന എന്നെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു സാധനം തക്കാളിയിലും അങ്ങനെ വെച്ചിട്ട് അടുക്കളയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ചവിട്ടി കുത്തിയാ പോവുക. ഭയങ്കര പ്രവറായിക്ക് ആ സമയത്ത്. ഇയാളൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ മതി. അങ്ങനെ ചവിട്ടി കുത്തി പോകുമ്പോൾ മോള് ചോദിക്കുന്നത് ചപ്പാത്തി ആയോ? ഒരൊറ്റ പൊട്ടലേക്ക് ചപ്പാത്തി ഇട്ടൂല, അടുക്കളയൊക്കെ നടന്നോളൂ, പരത്തെ ചൂടിയൊക്കെ വേണം, ഇടൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മോക്കൊന്നും മനസ്സിലായി. ഒരു ചപ്പാത്തിയാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ദേഷ്യം പിടിക്കണോ? ഇപ്പൊ അഡ്രിനാൽ ആർക്ക് കയറി? മോക്ക് കയറി. അപ്പോഴാണ് മോളെ കാലിടയ്ക്ക് ഒരു പൂച്ച വന്നതാണ്. പൂച്ചക്ക് ഒരു ചവിട്ട്. പൂച്ചക്ക് അഡ്രിനാലിന് കയറാത്തോണ്ട് അവിടെ തീർന്നു. ഇതാണ് മിക്ക വീട്ടിലും നടക്കാറ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ നാളെ ഉച്ചക്ക് 1 മണി വരെ അഡ്രിനാലിന് കയറിയാൽ ഇന്നെ ആലോചിക്കുക, വായ തുറക്കൂലെന്ന് ഉറപ്പിക്കാം. എന്നിട്ട് നേരെ പറമ്പിലേക്ക് പോയിട്ട് കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ആലാണ് അവിടെ കൊത്തുക. അപ്പം നല്ല അഡ്രിനാലിൻ കുറഞ്ഞോളും. ആ പവർ വേറെ എവിടെയെങ്കിലും തീർത്താൽ മതി. ഭാര്യയുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ഒന്നും നേഹത്തേക്ക് ഈ അഡ്രിനാലിന് കയറ്റാണ്ട് നിന്നാൽ തന്നെ വീട്ടിൽ നല്ല മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച മനുഷ്യരാണ് നമ്മളുടെ മാതാപിതാക്കൾ. 1990 മുൻപ് എന്ന് പറയുന്നത് കേരളം അടക്കമുള്ള, അതായത് LPG നടപ്പിലാക്കുന്നതിൻ്റെ മുൻപ് കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ദരിദ്ര ജീവിതം നയിച്ചവരാണ്. നമ്മളൊക്കെ വീടും ഒക്കെ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുടെ 100-1 പോലും ഇല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മളുടെ മാതാപിതാക്കൾ. ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും, ഞാൻ എൻ്റെ ഉപ്പാക്ക് തിരിച്ചൊന്നും കൊടുത്തില്ലല്ലോ. ഉപ്പ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉപ്പ ആഴ്ചയിൽ 500 രൂപ മാത്രമായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ശമ്പളം. ഒരു റേഷൻ കടയിലെ റൈറ്ററായിരുന്നു. ആ 500 രൂപ കൊണ്ട് എന്നെ M.Ed വരെ പഠിപ്പിച്ചത് ഉപ്പയാ. എൻ്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചേച്ചത് ഉപ്പയാ. അതിൻ്റെ ഇടയിൽ ഉപ്പ എപ്പോൾ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഉപ്പ ജീവിക്കാൻ മറന്നുപോയി എന്നായിരിക്കും അതിന് ഉത്തരം ഉണ്ടാവുക. കാരണം ഒരു ഹോട്ടലിൽ നിന്നൊരു ചായ പോലും ഉപ്പ കുടിക്കില്ലായിരുന്നു. ചായ കുടിക്കാത്തത് ഞങ്ങൾ വിചാരിച്ചത് പിശുക്കാണെന്നായിരുന്നു. പക്ഷെ ഞാനൊരു ഉപ്പയപ്പം എനിക്ക് മനസ്സിലായത് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കലാണ് എല്ലാ ഉപ്പമാരുടെയും സ്വഭാവം. ഞാൻ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ പോകാനുള്ള കുറേ ചാൻസ് കിട്ടിയിരുന്നു. ഒരിക്കലും ഖത്തറിൽ പോയപ്പം എൻ്റെ നാട്ടിലെ തന്നെ വലിയ പണക്കാരനായ ഒരാളുടെ താമസ സ്ഥലം കാണാനിടയായി. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവരെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. ഒരു ചെറിയ 10x10 എന്ന അളവിൽ പറയാവുന്ന, അതായത് 3 കട്ടിലുകൾ ആകൃതിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ മുറി. അതിൽ 6 കട്ടിലുകളാണ് മേൽക്ക് മേലെ ബെർത്ത് പോലെ. ഒരലമാര ആ റൂമിലില്ല. അവരുടെ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കിയിട്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുക. അവിടുന്ന് പുറത്ത് ഒരു ചെറിയ മുറി, അതാണ് അവരുടെ ഡൈനിങ് ഹാൾ. ആ മുറിയിൽ വട്ടത്തിലുള്ള ഒരു മേശയും 4 കസേരയും. 6 പേർ താമസിക്കുന്ന ആ സ്ഥലത്ത് 4 കസേര മാത്രമേ ഉള്ളൂ. ആ മുറിയുടെ തന്നെ ഒരു മൂലക്ക് ഒരു നീളത്തിലുള്ള ഒരു മാർബിളിൻ്റെ പലക. ആ പലകയുടെ മുകളിൽ ഒറ്റ ബർണർ മാത്രമുള്ളൊരു അടുപ്പ്. 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ബർണറേ ഉള്ളൂ. 4 പേരുള്ള എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ 3 ബർണറിൽ ഒന്ന് കേടുവരുമ്പോഴേക്ക് എൻ്റെ ഭാര്യ ചീത്ത പറഞ്ഞ് ഞാൻ അപ്പോൾ ആലോചിച്ചു. അവരുടെ ബാത്റൂമിൽ ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയാവുന്ന താഴോട്ട് കുഴിയുള്ള ക്ലോസറ്റാണ്. അതിൻ്റെ വലത്തെ കാല് വെക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീണു പോകുമെന്ന് പേടിച്ചെങ്കിലും 2 വർഷമായി 4 മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ ബാത്റൂം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു അഹങ്കാരി അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ മൂത്രമൊഴിച്ച് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ ഭാര്യ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുക. അവരിപ്പോൾ ഉള്ളത് ഒരു സാനിറ്ററി കടയിലാണ്. ക്ലോസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ക്ലോസറ്റിൻ്റെ വീഡിയോ അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ പറയാണ്, എഞ്ചിനീയർ പറഞ്ഞത് ഈ മോഡൽ വാങ്ങാനാണ്, ഇതിന് 32,000 റുപ്യ വില. ഞാനും മോളും നോക്കിയപ്പോൾ മനസ്സിലായത് ഇതാ കുറച്ചുകൂടി നല്ലതിന് 42,000 ഇതിലേതാ വാങ്ങേണ്ടതെന്ന് വേഗം ഇങ്ങോട്ട് പറയാം. അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞ്, നീ വിളിച്ച് നന്നായി, മോളെ കാണാൻ പൂതിയായിരുന്നു, ഇന്നലെ ഞാൻ ഓളെ സ്വപ്നം കണ്ടിരുന്നു, നീ മോളെ മുഖത്തേക്കൊന്ന് ക്യാമറ ആക്കിക്കുകയാണ്, നിങ്ങൾ മാഞ്ഞാളം കളിക്കാണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ട് മോളെ മുഖത്തേക്കാക്കാതെ ക്ലോസറ്റ് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ തിരിച്ചു പറയാണ്, അതൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണുണ്ടോ, നിങ്ങൾക്ക് എനിക്കും മോക്കൊക്കെ ഇഷ്ടപ്പെട്ട അതാണെങ്കിൽ നീ അതങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്തു.
ജീവിതകാലം മുഴുവനും ഒരു വൃത്തിയില്ലാത്ത കക്കൂസ് ഉപയോഗിക്കുന്ന ആ മനുഷ്യന് തൻ്റെ മകളും ഭാര്യയും ഏറ്റവും മികച്ച കക്കൂസാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിചാരമാണല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ അറിയാതെ കണ്ണിൻ്റെ കോണിൽ ഇത്തിരി വെള്ളം വന്നുപോയി. അതവൻ കണ്ടു. അവൻ തിരിച്ചു വന്ന് എൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് ഒരൊറ്റ കരച്ചില. നീ നാട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടൊന്നും ഞങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് പറയരുത് കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യുന്നത് ഒരു സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ അധ്വാനിക്കുന്ന ഉരുകുന്ന ഉപ്പയുടെയും ഉരുകുന്ന ഭർത്താവിൻ്റെയും ഒക്കെ സമ്പാദ്യം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന മക്കളെയും ഭാര്യയൊക്കെ വെടിവെച്ച് കൊന്നാൽ ഷഹീദിൻ്റെ രക്തസാക്ഷിയുടെ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിമാനം കയറി. ആ മനുഷ്യരെ കുറേ കാലം കഴിഞ്ഞിട്ട് ആ മനുഷ്യരൊന്ന് ഫോൺ വിളിക്കുമ്പോൾ നേരല്ല മനുഷ്യ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും കുറേ കാലം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പിയാപ്പിളപ്പം പോകാത്തയും കൊണ്ട് മോക്കൊന്നിനും നേരല്ല എന്ന് പറയുന്ന അമ്മായിയമ്മമാരോ ഉമ്മമാരോ ഒക്കെ സ്വയം ചിന്തിച്ചു നോക്കണം. ആ മോൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ഉരുകിയ മനുഷ്യൻ ഒരു വീട്ടിലെത്തുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വീട്ടിൻ്റെ അസൗകര്യങ്ങളിലേക്ക് വരുന്ന ഒരാളായിട്ട് മാറിപ്പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഒരാളാണ് നമ്മളുടെ ഉമ്മയും. എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയാലേ അവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റും ചുറ്റിപ്പിടിച്ചിരുന്ന എൻ്റെ ഉമ്മ, അതിനൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കടിച്ചിട്ടുണ്ടാവില്ല. അത് മക്കൾക്കുള്ളതാണ്. ഏത് പാതിരാത്രി ഞാൻ വീട്ടിൽ ചെന്നാലും ഉമ്മാണ് വാതിൽ തുറക്കുന്നെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നീ എന്തെങ്കിലും തിന്നിട്ടാണോടാ വരുന്നതെന്നാണ്. എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഉമ്മാക്ക് ഈ പ്രായത്തിലും ആദ്യമാണ്. പൊരിച്ച മീനൊന്നും ഉമ്മ തിന്നൂലായിരുന്നു, അതൊക്കെ മക്കൾക്കുള്ളതാണ്. മക്കൾക്ക് മുട്ടായി കിട്ടിയാൽ ഉമ്മാക്ക് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അത് മക്കൾക്ക് തന്നെ തിരിച്ച് കിട്ടുമെന്നറിയാം. ഉമ്മാക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മക്കൾ തിന്നാലേ ഉമ്മാക്ക് സന്തോഷമാവും എന്നുള്ളത് കൊണ്ടാണ്. നമ്മളെ ഉമ്മയും അങ്ങനെ തന്നെ നമ്മൾ തിന്നുന്നത് കണ്ട് സന്തോഷിച്ച ആളായിരുന്നു. പക്ഷെ അവരിപ്പോൾ പ്രായമായപ്പോൾ നമ്മളുടെ സ്ഥാനം ഉയർന്നു വന്നപ്പോൾ അവരുടെ സ്ഥാനം താഴ്ന്നു പോകാതെ നോക്കേണ്ടത് നമ്മളുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും മക്കളോടൊപ്പം പോകുമ്പോൾ വല്ല ഐസ്ക്രീമോ മുട്ടായിയൊക്കെ വാങ്ങിയാലും ഉമ്മ മക്കൾ ഓർപ്പിക്കും, ഉപ്പാക്ക് കൊടുക്കുകയും. കാരണം ഉപ്പാക്ക് ഉമ്മാക്ക് എപ്പോഴും ഞാൻ മോൻ തന്നെ, ഉമ്മാൻ്റെ മോന് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഉമ്മ മുന്നോട്ട് പോകുള്ളൂ എന്നർത്ഥം. അങ്ങനെ സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച ഉമ്മയെയും ഉപ്പയും ഒക്കെ എല്ലാ കാലവും എത്ര കാലമാണ് അവരെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുക എന്നറിയില്ല. എൻ്റെ ഉപ്പ എപ്പോഴും ദുആ ചെയ്യാറ് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഈ ലോകത്ത് നിന്ന് അങ്ങ് പോണേന്നായിരുന്നു. അതായത് ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഉപ്പ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നത് ആലോചിച്ച് നോക്കി. അപ്പോൾ പോലും മക്കൾ ബുദ്ധിമുട്ടരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഉപ്പാക്ക്. അങ്ങനെ അവർ പോയിക്കളയും. എൻ്റെ ഉപ്പയൊക്കെ പോയപ്പോൾ നെഞ്ചിലാന്തൽ ഇപ്പോഴും തീർന്നിട്ടില്ല. അതറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ജീവനോടുള്ള കാലത്ത് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ നല്ലപോലെ സ്നേഹിക്കുക, ആരോടും പിണങ്ങാതെ ജീവിക്കാൻ ശ്രമിക്കുക. പിണങ്ങി ജീവിക്കുന്നവർ മുസ്ലിം അല്ല എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചത്. മുസ്ലിം അല്ലാത്തവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മുസ്ലിം അല്ലാത്തവർ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. ഹജ്ജിന് പോകുമ്പോൾ മാത്രം പൊരുത്തപ്പെടിച്ചാൽ പോരാ, നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ പൊരുത്തപ്പെടിക്കണം. കാരണം നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമ്മളോട് വെറുപ്പുള്ള ആളാവാതിരിക്കുന്ന, നമ്മളെ പിണങ്ങി നിൽക്കുന്ന ആളാരും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴാണ് മരിച്ചു പോകുക നമുക്ക് പറയാൻ പറ്റൂല. നമ്മളൊക്കെ പരമാവധി എല്ലാവരോടുമുള്ള പിണക്കം മാറാനും ആ പിണക്കം മാറി സന്തോഷത്തോടെ ജീവിക്കാനും ഈ ഒരു കുടുംബസംഗമത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ മരിച്ചുപോയ ഉപ്പ ഉമ്മ അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു തആല വിശാലമായി കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ നല്ല സ്നേഹമുള്ള മക്കളെ നമ്മളൊക്കെ വീണ്ടും നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.